പുതിയതായി നമ്മൾ വാങ്ങിക്കുന്ന ലാപ്ടോപ്പുകളിൽ പാർട്ടീഷൻ കാണത്തില്ല, അതായത് ഡി ഇ അങ്ങനെയുള്ള പാർട്ടീഷൻ ഒന്നും കാണത്തില്ല. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ദിസ് പി സി റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ദിസ് പി സി ഡെസ്ക്ടോപ്പിൽ ഇല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേഴ്സണലൈസ് ഉണ്ട്. പേഴ്സണലൈസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തീംസ് വരും. തീംസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഷോ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് എന്ന് പറഞ്ഞു വരും. ആ ഡെസ്ക്ടോപ്പ് ഐക്കൺസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ദിസ് പി സി, നെറ്റ്വർക്ക്, മൈ ഡോക്യുമെൻറ്റ് ഇത് മൂന്നും ടിക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ടിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഡെസ്ക്ടോപ്പിൽ ദിസ് പി സി വരും. അതിന് ശേഷമാണ് ഈ പറഞ്ഞത് ദിസ് പി സി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മാനേജ് എടുക്കുക, അതിനുശേഷം ഡിസ്ക് മാനേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാർട്ടീഷൻ ടേബിൾ ഓപ്പൺ ആയാലും, ഉദാഹരണത്തിന് ഇപ്പോൾ ഇതാണ് OS എന്ന് പറഞ്ഞ് മാത്രമേ കാണത്തുള്ളൂ. ഞാനിവിടെ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടീഷൻ ഇല്ലാത്ത കേസുകളിലാണ് പറയുന്നത്. ഈ OSനെ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത ഡ്രൈവിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷ്രിങ്ക് വോളിയം എന്ന് പറഞ്ഞു വരും. ഷ്രിങ്ക് വോളിയത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പാർട്ടീഷൻ ഓട്ടോമാറ്റിക് തന്നെ അവിടെ ഡിസ്ക് അവൈലബിൾ സ്പേസ് വരും. ഇപ്പോൾ ലോഡിങ് ആവുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കാം. ഇതുപോലെ ഇവിടെ പാർട്ടീഷൻ നമ്മുടെ സി ഡ്രൈവിൻ്റെ സ്പേസിനനുസരിച്ചായിരിക്കും പാർട്ടീഷൻ വരുന്നത്. ഒന്നുകിൽ ഈ പാർട്ടീഷൻ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സിക്ക് കൂടുതൽ പാർട്ടീഷൻ സ്പേസ് വേണമെങ്കിൽ സിക്ക് കുറച്ചുകൂടി കൊടുക്കാം. അതല്ല ഇങ്ങനെ ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. അതിനുശേഷം ഷ്രിങ്ക് കൊടുത്ത് ഫിനിഷ് കൊടുത്താൽ മതിയാകും.